ഹായ് ഫ്രണ്ട്സ്, അജു ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൻസിക് വാല്യുവേഷൻ മെത്തേഡ്സിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം, മാർക്കറ്റിൻ്റെ അകത്ത് ബിഗ്ഗീസ് ഉപയോഗിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വാല്യുവേഷൻ മെട്രിക്സ് അല്ല. കാരണം നമ്മൾ നോക്കാൻ നേരത്ത് മാർക്കറ്റിൻ്റെ അകത്ത് വരുന്ന പല കമ്പനീസ് റീസെൻ്റ് ആയിട്ട് നമ്മൾ IPOസിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ നൈക്ക, അതേ കണക്ക് പോളിസി ബസാർ, ഇനി സൊമാറ്റോ, ഇതുപോലുള്ള കമ്പനീസൊക്കെ നോക്കാൻ നേരത്ത് ഇതിൽ പല കമ്പനീസും വരുന്നത് വളരെ ഹൈ ആയിട്ടുള്ള വാല്യുവേഷനിലാണ്. പക്ഷേ ഈ വളരെ ഹൈ ആയിട്ടുള്ള വാല്യുവേഷനിലും നമ്മൾ നോക്കാൻ നേരത്ത് ബിഗ്ഗീസ് IPOസിനൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ അതിൻ്റെ അകത്തൊക്കെ പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിൽ വന്നതിന് ശേഷം അവർ ആ സ്റ്റോക്കുകളെ പറ്റിയിട്ട് വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കാറുണ്ട്. പക്ഷേ നമ്മൾ നോക്കാൻ നേരത്ത് കമ്പനീസ് പലതും 2000-ൻ്റെ PE, 4000-ൻ്റെ PE, അതല്ലെങ്കിൽ പ്രൈസ് ടു ബുക്ക് നോക്കാൻ നേരത്ത് 20 ടൈംസിൻ്റെ പ്രൈസ് ടു ബുക്ക്, ഇതുപോലെയൊക്കെയുള്ള വാല്യുവേഷനിലാണ് നമുക്ക് ആ കമ്പനീസ് കാണാൻ പറ്റുന്നത്. പക്ഷേ നമ്മൾ അതിൽ ചെന്ന് എൻട്രി എടുക്കാൻ നേരത്ത് ആ സ്റ്റോക്ക് ഓബിയസ്ലി അവിടെ നിന്ന് ഇടിഞ്ഞ് താഴോട്ട് പോകാറാണ് പതിവ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അവരെന്ത് കണ്ടിട്ടാണ് ഈ സ്റ്റോക്കുകളിലൊക്കെ മേടിക്കുന്നത്, അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന വാല്യുവേഷൻ മെട്രിക്സ് എന്താണ്? ഇതൊക്കെയാണ് നമ്മളിന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എനിവേ, വെൽക്കം ടു ദ വീഡിയോ. ആൻഡ് എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് എനിക്ക് ലൈക്ക് വഴി മാത്രമേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുന്ന കാര്യം എല്ലാവരും ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാനൊരു ഡിസ്ക്ലൈമർ തരട്ടെ. ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അങ്ങനെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനുള്ള ചാൻസ് ഭയങ്കര കുറവായിരിക്കും. ഞാനിത് എന്നാൽ പറ്റുന്ന വിധം മാക്സിമം സിമ്പിളായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാം. പക്ഷേ എന്നിരുന്നാലും ഇത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് വീഡിയോയുടെ കമൻറ്റിൽ ഇടുകയോ, അതല്ലെങ്കിൽ വീഡിയോ ഒന്നുകൂടെ 2-3 പ്രാവശ്യമൊക്കെ ഇത് കണ്ടു നോക്കിയാൽ മാത്രം ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കാരണം വാല്യുവേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഗ്രേ ഏരിയ ഉള്ള ഒരു ടോപ്പിക്കാണ്. കാരണം നിങ്ങൾ ഒരു കമ്പനിയുടെ ഫെയർ വാല്യുവേഷൻ എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ 100 പേരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 150 അഭിപ്രായം കിട്ടും. കാരണം അത്ര ഉണ്ട് ഗ്രേ ഏരിയ ഉള്ള. പലർക്കും പല രീതിയിലാണ് അവർ ബിസിനസ്സുകളെ കാണുന്നത്, പല രീതിയിലാണ് കമ്പനികളെ അവർ വാല്യൂ ചെയ്യുന്നത്, പല രീതിയിലായിരിക്കും ഓരോ കമ്പനികളുടെയും പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണ്? കാരണം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. കാരണം നമ്മൾ ഈ കാണുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് അത് അതിൻ്റെ ഒരു പോർഷൻ മാത്രമാണ്. അതായത് ഇന്ന് നമ്മൾ ഇത്ര പ്രോഫിറ്റ് കാണുന്നു, ഇത്ര പ്രോഫിറ്റ് നമ്മൾ ഇത്ര വാല്യൂ കൊടുക്കണമെന്നുള്ളത് അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് മാത്രമാണ്. പക്ഷേ അതേ സമയത്ത് നമുക്ക് വേറൊരു പെർസ്പെക്റ്റീവിൽ ചിന്തിച്ച് നോക്കാം. ഇന്നിത്ര പ്രോഫിറ്റ് കാണുന്നുണ്ട്, നാളെ ഇതിനെക്കാട്ടിയും വലിയ പ്രോഫിറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വാല്യൂ കൊടുക്കണം. ഇനി നമ്മൾ ഇതെല്ലാം പോയിട്ട് വേറെ ഏതെങ്കിലും ഒരാൾ ഇവരുടെ പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രൊമോട്ടർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ ക്വാളിറ്റി ഉള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് ഇതിൻ്റെ പിറകിലുള്ളതുകൊണ്ട് തന്നെ ഈ കമ്പനി ഒരിക്കലും പൂട്ടിപ്പോകത്തില്ല. അപ്പോൾ അതിന് ഇത്ര വാല്യൂ കൊടുക്കണമെന്ന് വേറൊരാൾ ചിന്തിക്കുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഗ്രേ ഏരിയ ഉള്ള, കൃത്യമായിട്ട് ഒരു കമ്പനിയുടെ വാല്യുവേഷൻ ഇന്നതാണ്, ഇത്ര വാല്യൂയിലേ ആ കമ്പനി നിൽക്കത്തുള്ളൂ എന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല. ഒരിക്കലും നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അടുത്ത് ചോദിക്കാൻ നേരത്ത് നിങ്ങൾക്ക് പല പല അഭിപ്രായങ്ങൾ കിട്ടുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. ആദ്യം തന്നെ മനസ്സിലാക്കുക, വാല്യുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മാർക്കറ്റിൻ്റെ അകത്ത് 2 ടൈപ്പ് വാല്യുവേഷൻ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് റിലേറ്റീവ് വാല്യുവേഷനും, രണ്ടെന്ന് പറയുന്നത് ഇൻട്രൻസിക് വാല്യുവേഷനുമാണ്. എന്താണ് റിലേറ്റീവ് വാല്യുവേഷൻ? റിലേറ്റീവ് വാല്യുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മാർക്കറ്റിൻ്റെ അകത്ത് ഓൾറെഡി ഔട്ടായിട്ടുള്ള സംഭവങ്ങൾ, അതായത് ഓൾറെഡി നമുക്ക് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്ന് അറിയാം, അതല്ലെങ്കിൽ ഓൾറെഡി കമ്പനിയുടെ സെയിൽസ് എത്രയാണെന്ന് അറിയാം, അതല്ലെങ്കിൽ ഇനി ഓൾറെഡി കമ്പനിയുടെ ബുക്ക് വാല്യൂ എത്രയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ നെറ്റ് പ്രോഫിറ്റിന് എത്ര മൾട്ടിപ്പിളിലാണ് കമ്പനിയുടെ ഷെയർ പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത്, അതിന് നമ്മൾ PE എന്ന് പറയുന്നു. അല്ലെങ്കിൽ സെയിൽസിൻ്റെ എത്ര മൾട്ടിപ്പിളിലാണ് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇപ്പോൾ നിൽക്കുന്നത്, അതിന് നമ്മൾ പ്രൈസ് ടു സെയിൽസ് എന്ന് പറയുന്നു. അല്ലെങ്കിൽ നമ്മുടെ ബുക്ക് വാല്യൂയുടെ എത്ര മൾട്ടിപ്പിളിലാണ് ഇപ്പോൾ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നിൽക്കുന്നത്, അത് വെച്ചിട്ട് നമ്മുടെ കമ്പനിയുടെ പ്രൈസ് ടു ബുക്ക് കണക്കാക്കുന്നു. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഓൾറെഡി മാർക്കറ്റിൻ്റെ അകത്ത് ഔട്ടായിട്ടുള്ള നമ്പേഴ്സ് വെച്ചിട്ടുള്ള ഒരു വാല്യുവേഷൻ മെത്തേഡാണ്. പക്ഷേ ഈ നമ്പേഴ്സ് മാത്രമാണോ? അല്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു സ്റ്റോറി പാർട്ട് കൂടെ ഉണ്ട്. കമ്പനിയുടെ നമ്പേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സൈഡ് മാത്രമാണ്. രണ്ടാമത്തെ സൈഡ് എന്താണ്? അതിൻ്റെ സ്റ്റോറിയാണ്, അതിൻ്റെ ഒരു കഥയാണ്, അതിന് പിറകിലൊരു തിയറി ഉണ്ട്, അല്ലെങ്കിൽ അതിന് പിറകിലൊരു എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പോൾ സൊമാറ്റോ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ പിറകിലെ മോട്ടിവേഷൻ ഫാക്ടർ എന്താണ്? ആ കമ്പനി ഇന്ത്യക്കകത്ത് ഏക ലിസ്റ്റഡ് ആയിട്ടുള്ള സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമാണ്. അതൊരു പ്ലാറ്റ്ഫോം ബിസിനസ്സാണ്. അത് മാത്രമല്ല ഇന്ത്യക്കകത്ത് ഏക ലിസ്റ്റഡ് പ്ലെയർ ആണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കഥകളുണ്ട്. അപ്പോൾ അതിനെ ഒരു മോണോപ്പൊളി, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ അകത്തുള്ള ഒരു മോണോപ്പൊളി സെറ്റപ്പാണ് ആ ഒരു ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള വാല്യുവേഷൻ കൊടുക്കണം. അതൊരു പ്ലാറ്റ്ഫോം ബിസിനസ്സാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വാല്യുവേഷൻ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ പിറകിലൊരു കഥയുണ്ട്. ഇപ്പോൾ നൈക്ക എന്ന് പറയുമ്പോഴത്തേക്ക് അതിനും ഇതേ കണക്കൊരു കഥയുണ്ട്. അപ്പോൾ എല്ലാ കമ്പനികൾക്കും അതിൻ്റെ ഒരു സ്റ്റോറി പാർട്ട് കൂടെ ഉണ്ട്. നമ്മൾ വാല്യുവേഷൻ്റെ ഡീൻ എന്ന് പറയുന്ന അശ്വത് ദാമോദരൻ്റെ വീഡിയോസ് കണ്ടുവെക്കുകയാണെങ്കിൽ അയാൾ പല പ്രാവശ്യം പല കമ്പനീസിനും വാല്യൂ ചെയ്യുന്നതിൽ അതിൻ്റെ നമ്പേഴ്സിന് കൊടുക്കുന്ന വാല്യുവേഷൻ അല്ലാതെ ആ സ്റ്റോറി പാർട്ടിനൊരു വാല്യുവേഷൻ കൊടുക്കാറുണ്ട്. അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ പലപ്പോഴും എൻ്റെ പഴയ വീഡിയോസിലൊക്കെ പറയാറുണ്ട്, നമ്മളൊരു കമ്പനി അനലൈസ് ചെയ്യാൻ നേരത്തെ അതിൻ്റെ നമ്പേഴ്സ് മാത്രം നോക്കിയാൽ പോരാ, അതിൻ്റെ സ്റ്റോറിയും കൂടെ മനസ്സിലാക്കണം. കാരണം ആ സ്റ്റോറി പാർട്ടിന് മാർക്കറ്റ് വളരെ വലിയ വാല്യുവേഷൻ കൊടുക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം
ഇതൊക്കെയാണ് നമ്മൾ റിലേറ്റീവ് വാല്യുവേഷനിൽ നോക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ഇൻട്രൻസിക് വാല്യുവേഷനാണ്, ഫ്യൂച്ചർ വാല്യുവേഷൻ അല്ലെങ്കിൽ കമ്പനിയുടെ ഫെയർ വാല്യുവേഷൻ എന്ന് ബിഗ്ഗീസ് കണക്കാക്കുന്ന ഒരു വാല്യുവേഷൻ. ഈ ബിഗ്ഗീസ് കണക്കാക്കുന്ന വാല്യുവേഷൻ ഇതെങ്ങനെയാണ് വരുന്നത്? ഇത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ റിലേറ്റീവ് വാല്യുവേഷൻ മെത്തേഡ്സിൽ പറഞ്ഞതുപോലെ അവിടെ PE, പ്രൈസ് ടു ബുക്ക്, പ്രൈസ് ടു സെയിൽസ് ഒക്കെ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഇവിടെയും പല ടൈപ്പിലുള്ള മെത്തേഡ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് DCF ആണ്, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡാണ്. അതായത് കമ്പനിയുടെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ക്യാഷ് ഫ്ലോ എത്രയാണ്, ഫ്രീ ക്യാഷ് ഫ്ലോ എത്രയാണ്, അതിനനുസരിച്ചിട്ട് കമ്പനിയെ ഇപ്പോഴേ ഡിസ്കൗണ്ട് ചെയ്ത് കൊണ്ടുവന്ന് കമ്പനിക്ക് ഇപ്പോൾ എത്ര വാല്യുവേഷൻ വേണോ അല്ലെങ്കിൽ എത്ര മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വേണോ എന്നുള്ള രീതിയിൽ എത്തിക്കുന്നതിനാണ് നമ്മൾ DCF മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അതല്ലെങ്കിൽ കമ്പനിയുടെ ഫോർവേഡ് EPS മെത്തേഡ് പോലെയുള്ള മെത്തേഡുണ്ട്. അതായത് ഇപ്പോൾ കമ്പനിക്ക് EPS ഇത്രയാണ്, മുന്നോട്ട് പോകുമ്പോഴത്തേക്കും 25% CAGR വെച്ച് ഗ്രോത്ത് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇന്ന് 100 ആണ് കമ്പനിയുടെ EPS എന്ന് വിചാരിക്കുക. അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും 125 ആവും, അതിൻ്റെ അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും 150 സംതിങ് ആവും. അപ്പോൾ ആ രീതിയിൽ 25% വെച്ച് നമ്മൾ ഗ്രോ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ മുന്നോട്ട് വരുന്ന നമ്മുടെ EPS എത്രയാണ് അത് വെച്ചിട്ട് ഈ കമ്പനിയാണ് നമ്മൾ വാല്യൂ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് നമ്മൾ ഫോർവേഡ് EPS മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അതേ കണക്ക് തന്നെ നമുക്ക് ഫോർവേഡ് ആയിട്ട് കമ്പനിയുടെ സെയിൽസിനെ കണക്കാക്കാൻ പറ്റും. അതൊക്കെ എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റിൻ്റെ എക്സ്പെക്ടേഷൻസ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഗൈഡൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ എത്തിച്ചേരുന്ന ഡിസിഷൻസ് ആണ്. അത് കമ്പനിയുടെ സെയിൽസ് ഇത്ര കൊണ്ട് കൂടുന്നതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇന്ന ടൈം ആകുമ്പോഴത്തേക്ക് ഇത്ര എത്തുന്നതായിരിക്കും. ആ രീതിയിൽ നമുക്കതിനെ കണക്കാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ കണക്കാക്കുന്നതിനാണ് നമ്മൾ നോർമലി ഇൻട്രൻസിക് വാല്യുവേഷൻ എന്ന് പറയുന്നത്. ബിഗ്ഗീസ് ഉപയോഗിക്കുന്നത് ഒബിയസ്ലി ഈ ഒരു മെത്തേഡാണ്. അതായത് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന പ്രോഫിറ്റ്, ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന സെയിൽസ്, ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കമ്പനിയുടെ ക്യാഷ് ഫ്ലോ, ഇതൊക്കെയാണ് ബിഗ്ഗീസ് ഏറ്റവും കൂടുതൽ നോക്കുന്നത്. ഇനി ഈ വാല്യുവേഷനും കുറച്ചധികം എന്താ പറയുക, ഇവിടെയും സബ് ഗ്രേവ് ഏരിയാസ് ഉണ്ട്. സബ് ഗ്രേവ് ഏരിയാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇൻഡെക്സ് നോക്കുക. ഇൻഡെക്സിന് ഒരു 20 വർഷം മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന വാല്യുവേഷനാണോ ഇപ്പം നമ്മുടെ ഇൻഡെക്സിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? അല്ല, ഇൻഡെക്സിൻ്റെ വാല്യുവേഷൻ തന്നെ മൊത്തത്തിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണ്? കൂടുതൽ വാല്യുവേഷൻ കിട്ടുന്ന ടൈപ്പ് കമ്പനീസ് നമ്മുടെ മാർക്കറ്റിൻ്റെ അകത്ത് വലിയ വലിയ കമ്പനീസ് ആയിട്ട് ഇൻഡെക്സിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ നേരത്ത് ടോട്ടലി നമ്മുടെ ഇൻഡെക്സിൻ്റെ തന്നെ ആ വാല്യുവേഷൻ എന്ന് പറയുന്ന സാധനം മാറുന്നതായിരിക്കും. അതിൻ്റെ ആ വാല്യുവേഷൻ റേഞ്ച് എന്ന് പറയുന്നത് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പോൾ നാസ്ഡാക്ക് നോക്കുക, നാസ്ഡാക്കിൻ്റെ വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഹൈ റേഞ്ചിലായിരിക്കും നിൽക്കുന്നത്. എന്തുകൊണ്ടാണ്? കാരണം അതിൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്തേക്കുന്ന മേജർ കമ്പനീസ് എല്ലാം തന്നെ സോഫ്റ്റ്വെയർ കമ്പനീസാണ്. സോഫ്റ്റ്വെയർ കമ്പനീസിന് കൂടുതൽ വാല്യുവേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇൻഡെക്സിനും കൂടുതൽ വാല്യുവേഷനിലായിരിക്കും ആ ഇൻഡെക്സ് മൊത്തത്തിൽ കാണാൻ പറ്റുന്നത്. ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 20-25 വർഷം മുമ്പത്തെ ഹിസ്റ്ററിയിൽ നമ്മൾ നോക്കാൻ നേരത്ത് കമ്പനീസ് തന്നെ എന്തായിരുന്നു? കമ്പനീസ് എല്ലാം തന്നെ കൂടുതലും മെറ്റൽ അല്ലെങ്കിൽ അതുപോലെയുള്ള സൈക്ലിക്കൽ കമ്മോഡിറ്റി ടൈപ്പ് ബിസിനസ്സുകളായിരുന്നു ഏറ്റവും കൂടുതൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതിനുണ്ടായിരുന്ന വാല്യുവേഷൻ വളരെ കുറവായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അതല്ലാതെ IT കമ്പനീസ്, പെട്രോ കെമിക്കൽസ്, അതല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ബൾക്ക് കെമിക്കൽസ്, അതല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, പിന്നെ ഫിനാൻസ് കമ്പനീസ്, ബാങ്കുകൾ, ഇതുപോലെയുള്ള കമ്പനീസൊക്കെയാണ് ഇപ്പോൾ ലിസ്റ്റഡ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വാല്യുവേഷനാണ് ഇപ്പം മാർക്കറ്റ് നമ്മുടെ ഇൻഡെക്സിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആ കമ്പനികളുടെ ഇൻഡെക്സിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി കമ്പനികളുടെ ഒരു ആവറേജ് വാല്യുവേഷനാണ് ഇപ്പോൾ അതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ മുന്നോട്ട് പോകാൻ നേരത്ത് ഒരു 10-20 വർഷം കഴിഞ്ഞ് നോക്കാൻ നേരത്ത് ഇതിൻ്റെ അകത്തുള്ള ഈ ഇൻഡെക്സിൻ്റെ അകത്തുള്ള കോമ്പോസിഷൻ മാറുന്നതിനനുസരിച്ചിട്ട് തന്നെ ഇൻഡെക്സിൻ്റെ വാല്യുവേഷൻ മെട്രിക്സും മാറുന്നതായിരിക്കും. ഇപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി മുന്നോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നതിനനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് കാണുന്ന കമ്പനീസിൻ്റെ വാല്യുവേഷന് നമുക്ക് ഹിസ്റ്റോറിക്കലി, അതായത് ഞാൻ പണ്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കമ്പനീസൊക്കെ ഇത്രേൻ്റെ പീൽ കിട്ടുമായിരുന്നോ നമുക്ക് ഇനി മുന്നോട്ട് പോകുമ്പോഴും ചിന്തിക്കാൻ വേണ്ടി പറ്റത്തില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനീസിൻ്റെ അന്നുണ്ടായിരുന്ന ഒരു കോമ്പോസിഷൻ അല്ല, അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന കമ്പനീസ് അല്ല, ആ ടൈപ്പിലുള്ള കമ്പനീസ് അല്ല ഇപ്പം മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി 20 വർഷം കഴിയുമ്പോഴത്തേക്ക് അന്ന് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിലൊന്നും പെടാത്ത വേറെ ടൈപ്പ് കമ്പനീസ് ആയിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ നോക്കുന്ന വാല്യുവേഷനിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരിക്കും. ഇനി അതേ കണക്ക് തന്നെ നമ്മൾ മാർക്കറ്റിൻ്റെ അകത്ത് ഗ്രോത്ത് സ്റ്റോക്കുകൾ വാല്യൂ ചെയ്യുന്നതിൻ്റെ അതിൻ്റെ PE മെട്രിക്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യാസമായിരിക്കും. കാരണം നമ്മളിവിടെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഗ്രോത്തുകളെയാണ് അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഇപ്പോൾ ഒരു കമ്പനി എക്സാമ്പിൾ ഒരു 25% CAGR ഗ്രോ ചെയ്യുന്ന കമ്പനി എന്ന് പറയുന്നത് ഓബിയസ്ലി അതിന് കുറച്ച് കൂടുതൽ വാല്യുവേഷൻ കിട്ടും. അതിന് ചിലപ്പോൾ ഒരു 60യുടെ PE ഒക്കെ കിട്ടിക്കഴിയും. മാർക്കറ്റ് അതിനെ റെക്കഗ്നൈസ് ചെയ്ത് കഴിയുകയാണെങ്കിൽ അതിനൊരു ചിലപ്പോൾ 60 ചിലപ്പോൾ 100 ടൈംസ് PE ഒക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. ഇനി ചിലപ്പോൾ ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ കമ്പനിക്ക് വലിയ വാല്യുവേഷൻ കിട്ടിയെന്ന് വരാം. അവിടെ ചിലപ്പോൾ ഗ്രോത്ത് ഇല്ലായിരിക്കും, പക്ഷേ എന്നിരുന്നാലും വലിയ വാല്യുവേഷൻ കിട്ടും. എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ വലിയ വാല്യുവേഷൻ കിട്ടുന്നത്? ഓബിയസ്ലി ആ കമ്പനിയുടെ ലോഞ്ചിവിറ്റി, അല്ലെങ്കിൽ കമ്പനി ഇത്രയും നാൾ ഈ ബിസിനസ്സിൻ്റെ അകത്ത് സസ്റ്റെയിൻ ചെയ്തു, ഇവരങ്ങനെ പെട്ടെന്ന് ആർക്കും വന്നിട്ട് ഈ കമ്പനീനെ പൂട്ടിക്കളയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇവരുടെ ബിസിനസ് മൊത്തത്തിൽ ഉടനെ ഒന്നും 0 ആയി പോകത്തില്ല എന്നുള്ളൊരു ലോഞ്ചിവിറ്റി ഫാക്ടറിനെ ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് അപ്പോൾ അതിന്
കൂടുതൽ വാല്യുവേഷൻ കിട്ടുന്നത്. ഇനി നമ്മൾ ഇതല്ലാതെ മാർക്കറ്റിൻ്റെ അകത്ത് ചില സൈക്ലിക്കൽ കമ്പനീസ് ഉണ്ട്. ആ സൈക്കിൾ വരുന്നതിനനുസരിച്ച് സൈക്കിളിൻ്റെ ഡൗൺ ടേണിൽ കമ്പനീസിന് ലോ വാല്യുവേഷനും സൈക്കിളിൻ്റെ അപ്പ് ടേണിൽ കമ്പനീസിന് ഹൈ വാല്യുവേഷനും കിട്ടുന്ന ടൈപ്പ് കമ്പനീസ് ഉണ്ടായിരിക്കും. ഇനി അതല്ലാതെ മാർക്കറ്റിൻ്റെ അകത്ത് ക്യാപ് വൈസ് സൈക്കിളുണ്ട്. ചില പർട്ടിക്കുലർ സൈക്കിൾ നടക്കാൻ നേരത്ത് സ്മോൾ ക്യാപ് കമ്പനികൾക്ക് കൂടുതൽ വാല്യുവേഷൻ കിട്ടുന്നതായിരിക്കും. അതിനുശേഷം മാർക്കറ്റിൻ്റെ ഒരു ഡൗൺ സൈക്കിളിൽ പോകുന്ന നേരത്ത് ബെയർ മാർക്കറ്റിൻ്റെ ബോട്ടമൊക്കെ നോക്കാൻ നേരത്ത് സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള വളരെ ചെറിയ വാല്യുവേഷനിൽ നിൽക്കുന്ന കാണാൻ പറ്റും. ഇപ്പം തന്നെ നമ്മൾ മാർക്കറ്റിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ SME സെക്ടറിൻ്റെ അകത്തുള്ള കമ്പനീസൊക്കെ വളരെ ഹൈ വാല്യുവേഷനിലാണ് നിൽക്കുന്നത്. ഇതും മാർക്കറ്റിൻ്റെ ഒരു ഫേസ് ആണ്. ഇനി നമ്മൾ കുറച്ചധികം വർഷങ്ങൾ കഴിഞ്ഞ് നോക്കാൻ നേരത്തെ ഈ SME സെക്ടറിൻ്റെ അകത്തുള്ള ഇപ്പോൾ ഉള്ളൊരു ഫ്രണ്ട്സ് മാറി ഇതെല്ലാം ഇടിഞ്ഞ് താഴത്തെ ലെവലിൽ നിൽക്കാൻ നേരത്തെ ഇവരുടെ എല്ലാം പി എന്ന് പറയുന്നത് ഓബിയസ്ലി ഒരു 10-ൻ്റെയോ അല്ലെങ്കിൽ 20-ൻ്റെയോ താഴോട്ട് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ മാർക്കറ്റിൻ്റെ സൈക്കിൾ അനുസരിച്ചിട്ട് അതല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാലഘട്ടം അനുസരിച്ചിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന സെക്ടർ അനുസരിച്ചിട്ട് എല്ലാം തന്നെ ഭയങ്കര വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. ഇവിടെ കൃത്യമായിട്ടൊരു ഉത്തരമില്ല, ഇന്നതാണ് കറക്റ്റ് എന്ന് പറയുന്ന ഒരു ഉത്തരവുമില്ല. ഇത് നമ്മുടെ തന്നെ യുക്തിക്ക് അതീതമായിട്ട് പോകുന്ന ഒരു കാര്യമാണ്. നമുക്കൊരിക്കലും ഇത് നമ്മളിപ്പോൾ കിട്ടുന്നത് വെച്ചിട്ട് ആ കാണുന്നത് പോലെ അതിനങ്ങ് റൈഡ് ചെയ്യുക. അതായത് തെളിച്ച വഴിയെ വന്നില്ലെങ്കിൽ പോയ വഴിയെ തെളിക്കുക എന്നുള്ള ഒരു രീതി മാത്രമേ നമുക്ക് ഇതിൻ്റെ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് കിട്ടുന്ന വാല്യുവേഷൻ നമുക്ക് കുറച്ചെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കുറച്ചെങ്കിലുമൊക്കെ ഏകദേശം നമ്മുടെ എന്താ പറയുക, നമ്മുടെ ആ ഫ്രെയിം വർക്കിൻ്റെ അകത്ത് മീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ജസ്റ്റ് റൈഡ് ചെയ്ത് പോകുക എന്ന് മാത്രമേ നമുക്ക് ഏകദേശം ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടുള്ളൂ. ഇനി അതേ കണക്ക് തന്നെ പഴയ കാലത്ത് നമ്മൾ നോക്കാൻ നേരത്ത് പണ്ട് വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ വാല്യൂ ഇൻവെസ്റ്റിംഗ് ഫ്രെയിം വർക്ക് തന്നെ മൊത്തത്തിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്താണോ, അന്നത്തെ കാലത്തെ വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി അതിൻ്റെ ബുക്ക് വാല്യൂവിനെക്കാട്ടിയും വളരെ ചെറിയ ഇതിൽ കിട്ടുന്നു, ചെറിയ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന് കിട്ടുന്നു. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെറിയ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ബുക്ക് വാല്യൂവിനെ കാട്ടിയോ അല്ലെങ്കിൽ സെയിൽസിനെ കാട്ടിയൊക്കെ വളരെ ചെറിയ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ എന്തുകൊണ്ടാണ് ആ കമ്പനിയെ നമുക്ക് അങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നത്? അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ഒരു ഇൻഫർമേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതായത് ഇതെല്ലാം അറിയാമെന്നുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഈ കമ്പനിയുടെ യഥാർത്ഥ മൂല്യം എത്രയാണെന്ന് അറിയാമെന്നുള്ള ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ ഒരു ഇൻഫർമേഷൻ ഗ്യാപ്പ് ഉണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഗ്യാപ്പ് ഇല്ല. എല്ലാ കാര്യങ്ങളും ആർക്കും ഏത് സ്ക്രീനർ റൺ ചെയ്തും എല്ലാവർക്കും കണ്ടുപിടിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ ഗ്യാപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് നമുക്ക് ചിലപ്പോൾ നമ്മൾ വാല്യൂ പിക്സ് ആയിട്ട് കാണുന്ന പല കമ്പനികൾ അല്ലെങ്കിൽ ബുക്ക് വാല്യൂനെ കാട്ടിയും സെയിൽസിനെ കാട്ടിയൊക്കെ വളരെ ചെറിയ വാല്യുവേഷൻ ഇന്ന് നമുക്ക് കിട്ടുന്ന കമ്പനീസ് എല്ലാം തന്നെ നമ്മൾ നോക്കാൻ നേരത്ത് അതിൻ്റെ അകത്ത് 99% കമ്പനികളും നമ്മൾ കാണാത്ത, അതായത് ബാക്കിയുള്ളവർക്കറിയാം, നമുക്ക് സ്വന്തമായിട്ട് കാണാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് മാർക്കറ്റ് അതിന് അത്രയും ലോ വാല്യുവേഷനിൽ തന്നെ നിലനിർത്തിയിരിക്കുന്നത്. കാരണം ഇന്ന് ഈ ഇൻഫർമേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ നമുക്കറിഞ്ഞുകൂടാത്ത എന്തോ കാരണം കൊണ്ടാണ് അങ്ങനെ വാല്യുവേഷൻ കൊടുക്കാതെ മാർക്കറ്റ് ആ കമ്പനിനെ താഴ്ത്തി വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നം കാരണം തന്നെ കമ്പനി ചിലപ്പോൾ പൂട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. ഇതിൽ പലതും വാല്യൂ ട്രാപ്സ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് ഈ വാല്യുവേഷൻ ഇൻഫർമേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു വാല്യൂ പിക്ക് നമുക്ക് കിട്ടാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ് എപ്പോഴാണ്? വളരെ വലിയൊരു ബെയർ മാർക്കറ്റിന് ശേഷം മാർക്കറ്റ് തിരിച്ച് എമർജ് ചെയ്ത് മേലിലോട്ട് കയറി വരുമ്പോഴത്തേക്കാണ് നമുക്കിതിൻ്റെ അകത്തുനിന്ന് വലിയ രീതിയിലുള്ള വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നിട്ടുള്ള ടൈപ്പ് പിക്കുകൾ കിട്ടുന്നത്. കാരണം ആ സമയത്ത് മാർക്കറ്റിൻ്റെ മൊത്തമുള്ള സെൻറ്റിമെൻറ്റ്സ് കാരണം തന്നെ കമ്പനീസ് എല്ലാം ഇടിഞ്ഞ് താഴെ വരുമ്പോഴത്തേക്കും അതിൻ്റെ വാല്യൂവും കാര്യങ്ങളൊന്നും നോക്കാതെ തന്നെ മാർക്കറ്റ് അതിനെ മൊത്തത്തിൽ ഇടിച്ച് താഴെ കൊണ്ടുവരാറുണ്ട്. കാരണം ഹൈലി പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനാരിയോയിലായിരിക്കും ഒരു സ്റ്റോക്ക് അങ്ങനെ വളരെ ഡീപ്പ് വാല്യൂവിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ മാർക്കറ്റിൻ്റെ അകത്ത് കമ്പനീസ് എടുക്കാൻ പറ്റുന്നതാണ്. ബിഗ്ഗീസ് ഈ രീതിയിലും കമ്പനീസിൻ്റെ വാല്യുവേഷൻ എടുക്കാറുണ്ട്. ഇനി ഞാൻ നമ്മുടെ മെയിൻ കോർ ടോപ്പിക്കിലായിട്ടുള്ള 2 എക്സാമ്പിൾ, ഇത്രയും നേരം പറഞ്ഞെല്ലാം ജസ്റ്റ് കഥകളായിരുന്നു. പക്ഷേ ഇതൊക്കെ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പറയാൻ പോകുന്ന 2 എക്സാമ്പിൾ വെച്ചിട്ട് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. ബിഗ്ഗീസ് ഉപയോഗിക്കുന്ന ഇൻട്രൻസിക് വാല്യൂ എന്താണ്, അവർ മാർക്കറ്റ് ഷെയർ വെച്ചിട്ടാണ് ആ ഇൻട്രൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് ആ ഒരു സെൻസിലാണ് ഞാൻ പറയാൻ പോകുന്നത്. ഏകദേശം നിങ്ങൾക്ക് അത് കാണുമ്പോഴത്തേക്കും ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എക്സാമ്പിളാണ്. ഒരെണ്ണം കഴിഞ്ഞു പോയിട്ടുള്ള ഒരു എക്സാമ്പിൾ, ഒരെണ്ണം ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ വെച്ചിട്ടാണ് ഈ 2 എക്സാമ്പിൾ ഞാൻ ബിൽഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് ടൂത്ത് പേസ്റ്റ് ഇൻഡസ്ട്രീനെ വെച്ചിട്ടാണ്. ഓക്കെ, ടൂത്ത് പേസ്റ്റ് നമ്മുടെ കോൾഗേറ്റ്, അതാണ് അതിൻ്റെ ആ ഒരു ഇൻഡസ്ട്രിയിലെ മാർക്കറ്റ് ഷെയർ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് കമ്പനീസിൻ്റെ വാല്യുവേഷൻ കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളൊരു റഫായിട്ടുള്ള ഒരു ഐഡിയയാണ് നമ്മൾ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത്. അത് നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 140-150 കോടിയുടെ എന്താ പറയുക പോപ്പുലേഷനുണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് നമ്മളിപ്പോൾ പേസ്റ്റ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരെ ഒരു 100 കോടിയിലോട്ട് ചുരുക്കുക. ഞാൻ കാൽക്കുലേഷൻ്റെ ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് എല്ലാ റൗണ്ട് ഫിഗറുകൾ തന്നെ എടുക്കുന്നത്. അതല്ലാതെ കൃത്യമായിട്ടുള്ള ഡേറ്റ കാര്യങ്ങളൊന്നും വെച്ചിട്ടല്ല ഈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 100 കോടിയിലോട്ട് രാജ്യത്ത് മൊത്തം പേസ്റ്റ് ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരെ ചുരുക്കിയതിന് ശേഷം, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോർത്തിലൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ എല്ലാ ആൾക്കാരും ടൂത്ത് പേസ്റ്റ് ഒന്നും അല്ല ഉപയോഗിക്കുന്നത്. ഇവിടെ പല ആൾക്കാരും ഇപ്പോഴും മറ്റേ ഇതുണ്ടല്ലോ
വേപ്പിൻ്റെയൊക്കെ തണ്ടൊക്കെ വെച്ചിട്ടാണ് അവർ പല്ല് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നോർത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നത്. എനിവേ നമ്മളിപ്പോൾ ഗ്രാമങ്ങളിലാണ്, പിന്നെ അത് കണക്ക് തന്നെ കുഞ്ഞു കുട്ടികളെ നമുക്ക് ഇതിൻ്റെ അകത്ത് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഒരു 50 കോടിനെ നമ്മൾ ഔട്ട് ചെയ്ത് കളയുന്നത്. അല്ലാതെ എല്ലാവരും വേപ്പ് ഉപയോഗിച്ച് പല്ലേക്കൊന്നും എന്നല്ല ഉദ്ദേശിക്കുന്നത്. എനിവേ കുറച്ച് ആൾക്കാർ നമ്മൾ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാത്ത ടൈപ്പ് ആൾക്കാർ ആദ്യം മാറ്റുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിലത്തേക്ക് ഒരു മിനിമം 4 ആൾക്കാർ, അതായത് അച്ഛനമ്മ 2 കുട്ടികൾ എന്നുള്ള സെൻസിൽ നമ്മൾ എടുക്കാൻ നേരത്ത് ഏകദേശം ഇന്ത്യക്കകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു 25 കോടി ഫാമിലീസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ 25 കോടി ഫാമിലിക്ക് ഒരു 2 മാസത്തിൽ ഒരു ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട് വലിയൊരു ടൂത്ത് പേസ്റ്റിൻ്റെ ട്യൂബ് യൂസ് ചെയ്യുകയാണെങ്കിൽ 2 മാസത്തിലേക്ക് 2 മന്ത്, ഞാൻ എഴുതുന്നതിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് വെച്ച് തന്നെ ജഡ്ജ് ചെയ്യരുത്, 1 സെക്കൻഡ്, 2 മാസത്തേക്ക് ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ ട്യൂബ് ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു 100 രൂപയായിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് എത്ര രൂപയുടെ സെയിൽസാണ് 2 മാസത്തിൽ നടക്കാൻ പോകുന്നത്? 2500 കോടിയുടെ സെയിൽസാണ് 2 മാസത്തിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു വർഷത്തിലാകുമ്പോഴത്തേക്കും അത് എത്രയുടെ സെയിൽസ് ആവും? ഏകദേശം ഒരു വർഷം എന്ന് പറയുമ്പോഴത്തേക്കും 15,000 കോടിയുടെ സെയിൽസാണ് അവിടെ മൊത്തത്തിൽ നടക്കാൻ പോകുന്നത്. ഈ ടൂത്ത് പേസ്റ്റ് ഇൻഡസ്ട്രിയിൽ ഒരു വർഷത്തിൽ 15,000 കോടിയുടെ സെയിൽസാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 15,000 കോടിയിൽ ഒരു പർട്ടിക്കുലർ കമ്പനിയുണ്ട്. ആ കമ്പനിക്ക് ഏകദേശം ഒരു 40% അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 50%, കാൽക്കുലേഷൻ്റെ ഈസിനെസ്സിന് വേണ്ടിയിട്ട് നമുക്കൊരു 50% മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ടെന്ന് കരുതുക. അപ്പോൾ 50% മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ടെങ്കിൽ ആ ഒരൊറ്റ കമ്പനി ആയിരിക്കും ഇതിൻ്റെ അകത്ത് 75,000 കോടിയുടെ 7,500 കോടിയുടെ സെയിൽസ് നടത്തുന്നത് ഒരൊറ്റ സിംഗിൾ കമ്പനി ആയിരിക്കും. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പം മാർക്കറ്റിൻ്റെ അകത്ത് നിൽക്കുന്ന ആ ഒരു 50% ഏകദേശം മാർക്കറ്റ് ഷെയർ ഉള്ള കമ്പനിക്ക് അവർ ഇതേ കണക്ക് തന്നെ 7,500 കോടി രൂപ സെയിൽസ് നടത്തുന്നുണ്ടെങ്കിൽ ആൻഡ് ആ കമ്പനി നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് 75,000 കോടിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ്. അതായത് അവരുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് 50% ആണ്. അതായത് മൊത്തം മാർക്കറ്റ് എന്ന് പറയുന്നത് 15,000 കോടി, അതിൻ്റെ അകത്ത് മാർക്കറ്റ് ഷെയർ 50%. അപ്പോൾ അവരുടെ സെയിൽസ് വരുന്നത് ഏകദേശം 75,000 കോടി, 7,500 കോടി. ആൻഡ് അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് 75,000 കോടി. അതായത് ആ കമ്പനി അതിൻ്റെ സെയിൽസിനെ കാട്ടി ഓൾമോസ്റ്റ് 10x മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കമ്പനി നമ്മൾ ഇന്ന് എടുത്തു കഴിയുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് പിന്നീട് ഗ്രോ ചെയ്യാനുള്ള എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? അതായത് ആ കമ്പനിയുടെ സെയിൽസിനെ കാട്ടി അത് ഓൾറെഡി 10 ടൈംസിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും നമുക്ക് ആ കമ്പനിയുടെ മുന്നോട്ട് നോക്കാൻ നേരത്ത് അതിന് ഇനി വലുതായിട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടില്ല. ഒരു കമ്പനി ഒരിക്കലും ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനോട് തുല്യമായിട്ട് അതിന് വളരാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ടോട്ടൽ മാർക്കറ്റ് ഷെയർ ഒരൊറ്റ കമ്പനിക്ക് തന്നെ ക്യാപ്ചർ ചെയ്ത് വളരാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു വലിയ റെഗുലേറ്ററി ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം IRCTC ത്രൂ മാത്രമേ നമുക്ക് റെയിൽവേയിലോട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊരു മോണോപോളിയാണ്. അതവിടെ ഒരു റെഗുലേഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉള്ളതുകൊണ്ടാണ്. അല്ലാതെ രാജ്യത്തുള്ള എല്ലാ ആൾക്കാരും ഇന്ന കമ്പനിയുടെ ടൂത്ത് പേസ്റ്റ് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ആ റെഗുലേറ്ററി ഒരു എലമെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ കമ്പനി ഒരിക്കലും ഇതിനെക്കാട്ടിയും വലിയ മാർക്കറ്റ് ഷെയറിലോട്ട് ക്യാപ്ചർ ചെയ്ത് പോകുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി അങ്ങനെ ബുദ്ധിമുട്ട് സഹിച്ച് ആ കമ്പനി പതുക്കെ ഗ്രോ ചെയ്ത് മുന്നോട്ട് എത്തിക്കഴിഞ്ഞാൽ പോലും ഈ കമ്പനിയുടെ ഏകദേശം വാല്യൂ എല്ലാം തന്നെ ഓൾറെഡി ഫാക്ടർഡ് ഇൻ ആണ്. മൊത്തത്തിലുള്ള മാർക്കറ്റ് 15,000 കോടിയുടെ മാർക്കറ്റാണ്. അതിൻ്റെ അകത്ത് തന്നെ ഈ കമ്പനി നിൽക്കുന്നത് ഇപ്പോൾ 75,000 കോടിയുടെ ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി കമ്പനി ഫുള്ള് മാർക്കറ്റ് ക്യാപ്ചർ ചെയ്താൽ പോലും കമ്പനിക്ക് വലുതായിട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ അകത്ത് ഒരു വാല്യൂ അൺലോക്കിംഗ് നടക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റത്തില്ല. ഞാനിത് പറഞ്ഞ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം, പ്രത്യേകിച്ച് എഴുതിയതെല്ലാം കൂടെ വരച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കി. അത് പോരാഞ്ഞിട്ട് ഈ പറഞ്ഞതെല്ലാം തന്നെ നിങ്ങളുടെ തലയിൽ മൊത്തത്തിൽ കയറിയിട്ടില്ല എന്നും എനിക്കറിയായിരിക്കും. പക്ഷേ എന്നിരുന്നാലും നെക്സ്റ്റ് ഒരു എക്സാമ്പിളോട്, ഒരു ലൈവായിട്ടുള്ളൊരു എക്സാമ്പിളോട് വെച്ച് പറയുമ്പോഴത്തേക്കും ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും ഇതെങ്ങനെയാണ് വാല്യൂ ചെയ്യേണ്ടതെന്ന്. മാക്സിമം കൂടെ ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കുക, മാക്സിമം ശ്രദ്ധിച്ച് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതേ കണക്ക് തന്നെ ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഏകദേശമൊക്കെ ഐഡിയ കിട്ടുന്നതായിരിക്കും. രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ യൂഗ്രോ ക്യാപിറ്റലിനെ വെച്ചിട്ടാണ് പറയുന്നത്. യൂഗ്രോ ക്യാപിറ്റൽ അത്യാവശ്യം റീറ്റെയിലേഴ്സിൻ്റെ ഇടയിൽ ഇപ്പോൾ ഫേമസ് ആയി നിൽക്കുന്ന ഒരു കമ്പനിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റുന്ന ഒരു കമ്പനിയാണെന്നാണ് വിചാരിക്കുന്നത്. കമ്പനിയുടെ ഇപ്പോൾ ഉള്ള മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് 3,000 കോടിക്കും താഴെയാണ് അതിൻ്റെ ഇപ്പോൾ ഉള്ള മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഞാൻ ഈ കമ്പനി റീസെൻ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യുന്നില്ല. ഞാൻ കുറച്ചധികം നാൾ മുമ്പ് ഇത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അന്ന് മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ഗൈഡൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാനിത് അനലൈസ് ചെയ്ത് പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു സ്റ്റഡി പർപ്പസിനായിട്ട് മാത്രം എടുക്കുക, അല്ലാതെ ഈ കമ്പനിയിൽ നാളെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല. ജസ്റ്റ് ഒരു സ്റ്റഡി പർപ്പസിനായിട്ട് മാത്രം എടുത്താൽ മതിയാവും കേട്ടോ. കാരണം ഞാൻ ഈ പേഴ്സണലി ഈ സ്റ്റോക്കിൻ്റെ അകത്ത് ബിഗ്ഗീസ് കാര്യങ്ങളൊക്കെ എക്സിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ അത്ര കണ്ട് പോസിറ്റീവ് അല്ലായിരുന്നു. ടെക്നിക്കലി ആണെങ്കിലും നമ്മളൊരു ലെവൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള വീഡിയോസിലൊക്കെ തന്നെ. എനിവേ അത് വിടുക. ഞാൻ ഇതിൻ്റെ വാല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പാർട്ടിലോട്ട് മാത്രം വരാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരിപ്പോൾ 3,000 കോടിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്
താഴെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കമ്പനിയുടെ ഗൈഡൻസ് എന്ന് പറയുന്നത് ഇവരുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളത് 20,000 കോടിയുടെ 20K AUM എത്തിക്കണമെന്നാണ് കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ ഗൈഡൻസ്. ഈ 20Kയുടെ AUM അല്ലെങ്കിൽ 20,000 കോടിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് എന്നുള്ളത് അത്ര കണ്ട് വലിയൊരു ടാർഗറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ SME ലെൻഡിങ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റിൻ്റെ അകത്ത് 1% മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്യാൻ മാത്രമേ ഇവർ നോക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കറിയാം 1% മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ്. മാത്രമല്ല ഈ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രീനെ നമ്മൾ നോക്കാൻ നേരത്ത് ഇത് ഹൈലി ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള വളരെയധികം പെനിട്രേഷൻ, അതായത് ഓർഗനൈസ്ഡ് പ്ലെയേഴ്സിൻ്റെ പെനിട്രേഷൻ കുറഞ്ഞൊരു സെക്ടറാണ്. അപ്പോൾ ബാക്കിയുള്ള അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ വളരെ ഈസിലി തന്നെ ഇവർക്ക് ഡിസ്റപ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു സെക്ടറിൻ്റെ അകത്ത് 1% മാർക്കറ്റ് ഷെയർ ഇവർക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതൊരു 5 വർഷത്തെ ടൈം ഫ്രെയിം എന്താണെന്ന് തോന്നുന്നു അവരെന്ന് പറഞ്ഞത്. ഞാൻ ആ കോൺകോള കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്ന സമയത്ത് 5 വർഷത്തിൻ്റെ അകത്ത് ഏകദേശം ഇത്ര എത്തിക്കുമെന്നായിരുന്നു അവരന്ന് ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുക 20,000 കോടിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അവർ 5 വർഷത്തിൻ്റെ അകത്ത് എത്തിക്കുകയാണ്. ഇപ്പോൾ 5 വർഷം ഇല്ല, ഇനി എനിക്ക് തോന്നുന്നു 3 വർഷം ടൈം ഫ്രെയിം എന്തോ ഉള്ളൂ എന്ന് തോന്നുന്നു. ഞാൻ 2 വർഷം മുമ്പത്തെ കാര്യമാണ് പറഞ്ഞത്. എനിവേ നമ്മൾ 5 വർഷത്തിൻ്റെ അകത്ത് എത്തിക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർ AUM എത്രയാണ്? 20,000 crore. അതേ കണക്ക് തന്നെ കമ്പനിയുടെ ROA ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ROA എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 4 എന്തോണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായി ഓർക്കുന്നില്ല. എനിവേ നമുക്കൊരു സേഫ് സൈഡിലായിട്ട് 3% ഇവർ ROA ആണ് ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് റിട്ടേൺ ഓൺ അസറ്റ്സ് എന്ന് പറയുന്നത് 3% ആണ്. ബാക്കിയുള്ള അസറ്റ് ഒന്നും തന്നെ കൂട്ടുന്നില്ല. നമ്മൾ ജസ്റ്റ് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് മാത്രം കൂട്ടിയിട്ടാണ് ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷനാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ 3% ROA ഈ പറഞ്ഞിട്ടുള്ള 20,000 crore അകത്ത് അല്ലെങ്കിൽ ആ ഒരു AUM-ൻ്റെ അകത്ത് ഇവർ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 600 കോടിയിലോട്ട് എത്തുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് ഈ 20,000-ൻ്റെ 3% എന്ന് പറയുന്നത് 600 കോടിയുടെ നെറ്റ് പ്രോഫിറ്റാണ്. ഈ 600 കോടിയുടെ നെറ്റ് പ്രോഫിറ്റിൽ നമ്മൾ ഈ കമ്പനിക്ക് ഒരു 20യുടെ PE കൊടുക്കുകയാണ്. വലിയ ഗ്രോത്ത് കമ്പനികൾക്കൊക്കെ അതിനെക്കാട്ടി കൂടുതൽ PE കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ നമ്മൾ അതൊന്നും തന്നെ നോക്കുന്നില്ല. ജസ്റ്റ് 20യുടെ PE കമ്പനിക്ക് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പോൾ ഇൻറ്റു 20 വരുമ്പോഴത്തേക്കും ഏകദേശം ഇവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എത്ര പോകാൻ പറ്റും? 12,000 കോടിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനോട് പോകാൻ പറ്റും. അപ്പോൾ കമ്പനി ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രയാണ് നിൽക്കുന്നത്? കമ്പനി 3Kയുടെ അല്ലെങ്കിൽ 3,000 കോടിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ കമ്പനിയുടെ ഇൻട്രൻസിക് വാല്യൂ അല്ലെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ കമ്പനിയുടെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് ഇത്രയിലാണെന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയയിലോട്ട് എത്തിപ്പെടാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കാൻ നേരത്തെ ഈ ഇൻട്രൻസിക് വാല്യൂ കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, ഇതിൻ്റെ അകത്ത് എന്ത് കിട്ടണം? നമുക്ക് ഡിസ്കൗണ്ട് കിട്ടണം. എന്നാൽ മാത്രമേ ആ ഡിസ്കൗണ്ട് കവർ ചെയ്യാൻ നേരത്തെ നമുക്ക് ഷെയർ പ്രൈസിൻ്റെ അകത്ത് റിട്ടേൺസ് കിട്ടുള്ളൂ. അപ്പോൾ ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 12K എന്ന് പറയുന്നത് ഒരു ഹയർ ആയിട്ടുള്ള ഒരു ടാർഗറ്റും മീൻസ് ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ടാർഗറ്റ്. അത് ഇപ്പം നമ്മൾ നോക്കാൻ നേരത്ത് നമുക്കത് മേലിലോട്ട് നിൽക്കും. നമ്മുടെ ഷെയർ പ്രൈസ് ഇനി മേലിലോട്ട് പോകാൻ വേണ്ടി ചാൻസ് ഉള്ളൊരു ടാർഗറ്റും. അതേ സമയത്ത് കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് ഒരു ഡിസ്കൗണ്ടിലാണ് നിൽക്കുന്നത്. ഓൾമോസ്റ്റ് 75% ഒരു ഡിസ്കൗണ്ടിലാണ് നിൽക്കുന്നത്. നമ്മൾ ഷെയർ പ്രൈസിൻ്റെ അകത്ത് എൻട്രി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫണ്ടമെൻറ്റ്സ് കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മളൊരു കമ്പനിയുടെ വാല്യൂഷൻ കണക്കാക്കിയിട്ട് ഫണ്ടമെൻറ്റ്സ് നോക്കിയിട്ട് നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. കമ്പനി ഏകദേശം 4x അടുപ്പിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, 4x അല്ല, സോറി 3x 300% റിട്ടേൺസ് വരുമ്പോഴത്തേക്കും 3,000 കോടി 12,000 കോടിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനിയായിട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ എത്ര ടൈം ഫ്രെയിമിൻ്റെ അകത്താണ് കമ്പനി അത് എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അത് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നതനുസരിച്ചിട്ട് ഈ ഒരു റിട്ടേൺസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു വാല്യുവേഷൻ മെത്തേഡാണ്. ഇനി ചില കമ്പനീസിന് നമ്മൾ നോക്കാൻ നേരത്ത് ഈ ഒരു പർട്ടിക്കുലർ കമ്പനിയിൽ തന്നെ നോക്കുക. ഇന്നത്തെ ദിവസമേ ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് 12,000 കോടിയിലോട്ട് എത്തിയെന്ന് വിചാരിക്കുക. അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള 3x ഓപ്പർച്യൂണിറ്റി ഇവിടെ ഇല്ലായിരിക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻട്രൻസിക് വാല്യൂവിൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഡിസ്കൗണ്ട് ഇല്ലാതെ ആവുകയും നമുക്കത് പിന്നീട് ആ ഒരു റിസ്ക് വರ್ತല്ല. പിന്നീട് നമ്മൾ എന്ത് കണ്ടിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? പിന്നീട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഗ്രോത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ ഒന്നും തന്നെ ഇല്ല. നമുക്ക് ഇതിൻ്റെ ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത് ഓൾറെഡി പ്രൈസിൻ്റെ അകത്ത് വന്ന് കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് വെച്ചിട്ട് ഈ കമ്പനി ഇനി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെർത്തല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൻ്റെ അകത്ത് ലിസ്റ്റ് ആയിട്ടുള്ള നൈക്ക പോലെയുള്ള കമ്പനീസിനെ വെച്ചിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കുക. കമ്പനി ഇപ്പം തന്നെ നിൽക്കുന്നത് 2,000-ൻ്റെ PE അല്ലെങ്കിൽ 1,500-ൻ്റെ മേലുള്ള PE-ലൊക്കെയാണ് നിൽക്കുന്നത്. ഇത്ര വലിയ PE-ൽ കമ്പനി നിൽക്കുന്നുണ്ടെങ്കിൽ അടുത്ത എത്ര വർഷത്തെ ഗ്രോത്ത് ആണ് മാർക്കറ്റ് ഓൾറെഡി അതിനെ ഡിസ്കൗണ്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും എന്ത് കണ്ടിട്ട് മാർക്കറ്റ് ഇതിന് കൂടുതൽ വാല്യൂഷനിലോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ ഷെയർ പ്രൈസിന് കൂടുതൽ മേലിലോട്ട് കൊണ്ടുപോകണം. ഇവരുടെ ഒരു സൈഡിൽ കൂടെ എന്താ പറയുക നെറ്റ് പ്രോഫിറ്റിൻ്റെ അകത്ത് ഗ്രോത്ത് വരും. പക്ഷേ ആ ഗ്രോത്ത് വരുന്നതിനനുസരിച്ചിട്ട് കമ്പനിയുടെ PE കുറയുമെന്നല്ലാതെ ഇവരുടെ ഷെയർ പ്രൈസിൽ മൾട്ടി ബാഗ് റിട്ടേൺസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടത്തില്ല. കാരണം മാർക്കറ്റ് അതിനെ ഓൾറെഡി ഫാക്ടേഡ് ഇൻ ചെയ്ത് കഴിഞ്ഞു. അടുത്ത കുറേ വർഷത്തേക്കുള്ള ഗ്രോത്തിന് മാർക്കറ്റ് ഓൾറെഡി ഫാക്ടേഡ് ഇൻ ചെയ്ത് കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം
ബിഗ്ഗീസ് എൻട്രി എടുക്കാൻ നേരത്ത് അവർ ഇതേ കണക്ക് ഒരു കമ്പനീനെ ആദ്യമേ തന്നെ അസസ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ അനലൈസ് ചെയ്ത് നോക്കും. അടുത്ത ഫ്യൂച്ചറിലോട്ട് വരാൻ പോകുന്ന അവരുടെ പ്രോഫിറ്റ് എത്രയാണെന്നും സെയിൽസ് എത്രയാണെന്നും ക്യാഷ് ഫ്ലോ എത്രയാണെന്നും ഒക്കെ അവർ അനലൈസ് ചെയ്ത് നോക്കും. അനലൈസ് ചെയ്ത് നോക്കിയതിന് ശേഷം അവരതിന് വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇതിടും, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, അല്ലെങ്കിൽ മാർക്കറ്റ് അന്ന് അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വാല്യൂഷൻ വെച്ചിട്ട് അവരൊരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇടും. ആ എസ്റ്റിമേറ്റ് ഇട്ടതിന് ശേഷം ഇപ്പം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എത്രയാണെന്ന് നോക്കും. അതായത് ആ ഒരു എസ്റ്റിമേറ്റിനെ കാട്ടിയും എത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിലാണ് സ്റ്റിൽ കമ്പനി നിൽക്കുന്നതെന്ന് നോക്കും. ഇവിടെ നിന്ന് അതുവരെ എത്തിപ്പെടാനുള്ള ഒരു ടൈം എത്രയാണ്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഗൈഡ് ചെയ്യുന്ന എത്ര ടൈമിൻ്റെ അകത്താണ് ആ ഒരു കമ്പനി അത്രാണ്ട് ഗ്രോ ചെയ്യുമെന്ന് മാനേജ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ ബിഗ്ഗീസ് അനലൈസ് ചെയ്ത് നോക്കും. എന്നിട്ട് അവർ ഒരു എന്താ പറയുക, എൻട്രി എടുക്കണോ വേണ്ടയോ എന്നുള്ള ഒരു ഡിസിഷനിലോട്ട് എത്തും. ഈ രീതിയിലാണ് ഇതിൻ്റെ അകത്ത് ബിഗ്ഗീസ് ഇതിൻ്റെ അകത്ത് ബൈയിങ് സെല്ലിങ്ങും ഒക്കെ നടത്തുന്നത്. നമ്മൾ പല കമ്പനീസ് അവർ പ്രോഫിറ്റ് ഇല്ലെങ്കിൽ പോലും ബിഗ്ഗീസ് ബൈ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ചിലപ്പോൾ അവർ മുന്നോട്ട് കാണുന്നുണ്ടായിരിക്കും ഈ കമ്പനീസിലൊക്കെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇതേ കണക്ക് ഗ്രോ ചെയ്തിട്ട് ഇന്ന രീതിയിൽ എത്തിപ്പെടുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ റീസെൻ്റായിട്ട് കണ്ടായിരുന്നു സൊമാറ്റോ പോലെയുള്ള കമ്പനീസിലൊക്കെ എന്താ പറയുക, ബിഗ്ഗീസ് ഒരുപാട് പോസിറ്റീവായിട്ട് സംസാരിക്കുന്നതും അവർ എൻട്രി കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. കാരണം അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഇന്ന രീതിയിൽ ഗ്രോത്ത് വരുമെന്നുള്ളത്. മാത്രമല്ല ആ ഗ്രോത്ത് ഓൾറെഡി ഫാക്ടഡ് ഇൻ ചെയ്തിട്ടില്ലെന്നും അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ എൻട്രി എടുക്കുന്നത്. ഓൾറെഡി ഫാക്ടഡ് ഇൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണെങ്കിൽ അവരതിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. പിന്നെ അതേ കണക്കിന് ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ ഈ അശ്വത് ദാമോദരൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്കും അതിൽ പുള്ളി പറഞ്ഞൊരു മെട്രിക്സ് ഉണ്ടായിരുന്നു. അതായത് ഓൾറെഡി നമുക്കൊരു 3 വർഷത്തെ കൂടുതൽ ഗ്രോത്ത് ഒക്കെ ഫാക്ടഡ് ഇൻ ചെയ്തെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് നിന്ന് എക്സിറ്റ് ചെയ്ത് പോകാമെന്നുള്ളൊരു ഐഡിയ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 വർഷത്തെ ഗ്രോത്ത് ഇൻ ദ സെൻസ് ഒരു കമ്പനിയുടെ P3യുടെ മേലിലോട്ട് പോകുമ്പോഴത്തേക്കും അതിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് പോകുന്നു, അങ്ങനെയല്ല അത് ഉദ്ദേശിക്കുന്നത്. ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് അയാൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ആവറേജ് P എന്ന് പറഞ്ഞാൽ ഒരു 30 ആണെന്ന് വിചാരിക്കുക. 30 P-യിലൊക്കെ കമ്പനി നോർമലി ട്രേഡ് ചെയ്യാറുണ്ട്. പക്ഷേ ആ കമ്പനിയുടെ ഇപ്പോഴത്തെ P എന്ന് പറയുന്നത് 90 ആണ്. അതായത് ഈ 30 P-നെക്കാട്ടിയും 3x, അതായത് 3 വർഷത്തെ കൂടെ കമ്പനി എക്സ്ട്രാ കവർ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ വേണമെങ്കിൽ എക്സിറ്റ് ചെയ്ത് പോകാമെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നതായിട്ട് പല ഇൻവെസ്റ്റേഴ്സും പറയുന്നതായിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബിഗ്ഗീസ് കൂടുതൽ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജീസ് ആണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ടെക്നിക്കലി ബ്രേക്ക് ഡൗൺ വരുമ്പോഴത്തേക്കും എക്സിറ്റ് എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. കാരണം എല്ലാ ആൾക്കാരും വിൽക്കുന്നു, അതിൻ്റെ ഇടയിൽ ഇവരും കൂടെ കൊണ്ടുപോയി വിൽക്കുകയാണെങ്കിൽ ആ ഷെയർ പ്രൈസ് ഡൗൺ സർക്യൂട്ട് അടിച്ച് പോകുക എന്നല്ലാതെ കൃത്യമായിട്ട് അവർക്ക് ഒരു എക്സിറ്റ് കിട്ടത്തില്ല. അപ്പോൾ അവർ എക്സിറ്റ് എടുക്കുന്നത് എപ്പോഴും ഷെയർ പ്രൈസ് മേലിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ്. അപ്പോൾ അങ്ങനെ മേലിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെടുക്കുന്ന ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ അവർ നോക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ ഏകദേശം ഈ പോയിന്റുകളൊക്കെ തന്നെ. അപ്പോൾ ഇതെല്ലാം തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇതെല്ലാം തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രെയിം വർക്കുകളിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കുക. കാരണം ഒരു സ്റ്റോക്ക് മേലിലോട്ട് പോകുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഒന്നും നോക്കാതെ ജസ്റ്റ് അതിൻ്റെ ഷെയർ പ്രൈസ് മേലിലോട്ട് പോകുന്നു എന്നുള്ള കാര്യം കൊണ്ട് മാത്രം ആൾക്കാർ പോയി മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് പോകുന്നു, എത്ര വരെ പോകാം, എവിടെ അത് ടോപ്പ് എടുക്കാം, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ലോങ് ടൈമിൽ മാർക്കറ്റ് അകത്ത് നിന്ന് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾ ടെക്നിക്കൽ ഏത് സ്ട്രാറ്റജിയാണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് അതിനകത്ത് വളരെ എക്സ്പെർട്ടായിട്ട് തന്നെ നിലനിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെ അകത്ത് നിങ്ങൾ അതിൻ്റെ അകത്ത് തോൽപ്പിക്കാൻ ആരും ഉണ്ടാവരുത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്ത് ഇന്നത്തെ കാലത്ത് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം എല്ലാവരും ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല മിച്ചമുള്ള നിങ്ങളുടെ എല്ലാ ക്വയറീസും കാര്യങ്ങളെല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഞാൻ കമൻറ്റ് വഴിയിട്ട് എല്ലാവർക്കും ഉള്ള റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് happy investing, happy trading. Have a good night. Thank you.